ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഉച്ചയൂണിന് പൊതിച്ചോറാണ്ടോ. മക്കളൊക്കെ വീട്ടിലുള്ളതല്ലേ, വെക്കേഷനൊക്കെ സമയമല്ലേ, അപ്പോൾ നമുക്കൊന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇല വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് തടവി കൊടുക്കാം. വെളിച്ചെണ്ണയെ പൊടിക്കുമ്പോൾ ആ ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 പേർക്കും ചോറിടുന്നുണ്ട്. പൊതിച്ചോറൊക്കെ നല്ല ചൂടൻ ചോറ് ഇടണം കേട്ടോ. അപ്പം നല്ല ആ വാടലയിൽ ചൂടേപ്പാടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ബീട്രൂട്ട് വലുത്താണ്, ക്യാബേജ് വലുത്തും ഉണ്ട് കേട്ടോ കൂടെ. ഒരു മീൻ പൊരിച്ചതും കുറച്ച് ചമ്മന്തി വെക്കുന്നുണ്ട്. ഉള്ളി മുളക് മുരിച്ചതാണ്ടത്. അച്ചാറില്ല എൻ്റെ കയ്യിൽ, അതിന് പറയാൻ ചമ്മന്തി വെക്കുന്നുണ്ട്. പിന്നെ പൊതിച്ചോറിൽ ഏറ്റവും ഒഴിച്ചുവിടാൻ പറ്റാത്തത് മുട്ട വറുത്തത്, അതും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പൊതിയാം. പൊതിയാട്ടാ. സിമ്പിളായിട്ടുള്ള പൊതിച്ചോറുണ്ട്, തട്ടിക്കൂട്ടുള്ളത് വെച്ചുണ്ടാക്കിയതാ. പിള്ളേരൊക്കെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കഴിച്ചോളുമല്ലോ. നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഒരു മണിക്കൂർ ഇരിക്കുള്ളൂ കേട്ടോ. 1 മണിക്കൂർ ഞാൻ തുറക്കുമ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ പൊതി ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ സമയമൊന്നും ആയില്ല. അപ്പോഴേക്കും ചോറിനാറ് 2 മണിയായി. എല്ലാം നല്ല ഇലയെ വാട്ടിയ നല്ല സ്മെല്ല് വന്നിട്ട് കേട്ടോ. ആ വാട്ടിയ ഇലയുടെയും ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റി വെക്കാം. ചോറിന് ഇപ്പോഴും ഉണ്ട് നല്ല ചൂട്. നമുക്ക് ഈ കറികളൊക്കെ കൂട്ടി കുറച്ച് ബീട്രൂട്ട് ഒലത്തും മുട്ട പൊരിച്ചതും ക്യാബേജ് ഒലത്തും ആ ചമ്മന്തിയും അല്പം നല്ല കരിമീൻ പൊരിച്ചതാണ് കേട്ടോ. കരിമീൻ പൊരിച്ചതും കൂട്ടി കുഴച്ച് ആഹാ. ആദ്യത്തെ പിടി ഞാൻ മോക്ക് കൊടുക്കട്ടെ കേട്ടോ. പൊതിച്ചോറൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ ഉണ്ടാക്കാത്ത എല്ലാവരും ഉണ്ടാക്കാത്തൊരു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത ചോറൊക്കെ തിന്നാത്ത മക്കളാണ് ഇങ്ങനെ തിന്നോട്ടാ. അപ്പോൾ എല്ലാവരും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വെക്കും. ഓക്കെ, ബൈ.